اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى എന്നതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുന ഖുത്ബുൽ മക്തൂം സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ നേരിട്ട് കൊടുത്ത ഒരു സ്വലാത്തുണ്ട്, സിറിന്റെ സ്വലാത്ത്. അതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം നമ്മൾ സാധാരണ രൂപത്തിൽ വെക്കുമ്പോൾ നമുക്കതിൽ വല്ല അതിശയം തോന്നില്ല, അത്ഭുതം തോന്നില്ല. കാരണം സാധാരണ സ്വലാത്തുകൾക്കുള്ള ചില അർത്ഥങ്ങൾ തന്നെയാണ് അതിനുള്ളത്. എന്നാൽ അതിൻ്റെ ബാത്തിനിയായ വശങ്ങളിലേക്ക് പോകുമ്പോഴാണ്, അത് നമ്മുടെ ഹൃദയത്തിന്റെ അടിവാരത്തെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് എന്താണ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന രഹസ്യം എന്നുള്ളത് നമുക്ക്. പിന്നെ അവന്റെ ചുണ്ടിൽ ഈ സ്വലാത്തുൽ ഫാത്തിഹ് മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യരായ തിജാനി തുരീഖത്തിന്റെ മശായിഖുമാരിൽപ്പെട്ട പല പ്രമുഖരും ദിനേന 10 ചൊല്ലിയിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. കാരണം അതിന്റെ രഹസ്യവും അതിന്റെ ആഴവും അതിന്റെ പരപ്പും അതിന്റെ വിശാലതയും അവർ മനസ്സിലാക്കി. അതിൽ ഒളിഞ്ഞുകിടക്കുന്ന സിറുകൾ, അതിൽ ഒളിഞ്ഞുകിടക്കുന്ന മഹബ്ബത്ത്, ഇഷ്ക്, അലമ്, ഷറഫ്, അനുരാഗ തീർത്ഥം അവർ മനസ്സിലാക്കി. അവരിങ്ങനെ അതിലൂടെ ഒഴുകിങ്ങനെ നടന്നു. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഏത്? ബാഹ്യമായ അർത്ഥം. അതിന്റെ ആന്തരികമായ അർത്ഥം നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ നാവ് കൊണ്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിച്ചില്ലേ, മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്, നബിയെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി ഇസ്ലാം കാര്യങ്ങൾ 5 പറഞ്ഞു കൊടുത്തു. മൽ ഈമാൻ യാ റസൂലല്ലാഹ്, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? ഈമാൻ കാര്യങ്ങൾ 6 പറഞ്ഞു കൊടുത്തു. പിന്നെ ചോദിച്ചു, മൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്, നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അതായത് നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ആരാധന ചെയ്യാം. അതൊരു അനുഭവമാണ്. ഇസ്ലാം കർമ്മമാണ്, ഈമാൻ വിശ്വാസമാണ്, ഇഹ്സാൻ അനുഭവമാണ്. ആ അനുഭവം നമുക്കുണ്ടാവണം. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹുമായി നമ്മൾ ധാരാളം സമ്പർക്കം പുലർത്തിയാൽ മാത്രമേ നമുക്കതിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിഞ്ഞു വരുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി, അല്ലാഹുവേ നീ ഗുണം ചെയ്യ്, നീ ആദരവോടുകൂടെ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം ചെയ്യണമേ അല്ലാഹുവേ. അല്ലാഹുമ്മ, പടച്ചവനെ, സ്വല്ലി, നീ ആദരവോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണം ചെയ്യ്. ആരമേൽ? അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അൽ ഫാത്തിഹി, തുറന്നു തരുന്നവരായ, ലിമാ ഉഗ്ലിക, അടക്കപ്പെട്ട കാര്യത്തെ തുറന്നു തരുന്നവരായ. അപ്പൊ അടക്കപ്പെട്ട കാര്യങ്ങളെ തുറന്നു തരുന്നവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അല്ലാഹുവേ നിന്റെ സ്വലാത്തുണ്ടാവട്ടെ. അപ്പൊ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ, ഇവിടെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്.
അത് നമ്മൾ ദിനേന അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഹറാമായ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. ദിനേന നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഹറാമല്ലാതെ നമ്മൾ കാണുന്നില്ല, ഹറാമല്ലാതെ നമ്മൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിൻ്റെ ആശയങ്ങളുടെയും അതുപോലെ തന്നെ അതിൻ്റെ പരപ്പിലേക്ക് നമ്മൾ എത്താത്തത്. അപ്പോ അൽ ഫാത്തിഹി തുറന്നു തരുന്നവരായ ലിമാ ഉഗ്ലിഖ അടക്കപ്പെട്ടതായ കാര്യത്തെ. അപ്പൊ അടക്കപ്പെട്ട ഒരുപാട് രഹസ്യങ്ങളുടെ കലവറകളുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂല് തുറന്നു തരും. അള്ളാഹുവിന്റെ റസൂല് ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. എല്ലാതൊന്നും പറയാനുള്ള സമയമല്ല. അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ അടക്കപ്പെട്ട കാര്യത്തെ തുറന്നു തരുന്നവരായ. മാത്രമല്ല വൽ ഖാതിമി അവസാനിപ്പിച്ചവരുമായ ലിമാ സബഖ മുൻകടന്നതായ കാര്യത്തെ. മുൻകടന്ന കാര്യങ്ങളെ അവസാനിപ്പിച്ച എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ലാഹിറായ ബാഹ്യമായ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം വന്നത് അള്ളാഹുവിന്റെ പ്രവാചകരാണ്. മാത്രമല്ല ഇതിന് മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ മുൻഗാമികളാകുന്ന മുൻ പ്രവാചകന്മാരെ ശരീഅത്ത് പോലെ വളരെ പ്രയാസപ്പെട്ട ഒരു ശരീഅത്ത് നിയമമല്ല. മനസ്സിലാവുണ്ടോ? ആ ശരീഅത്ത് നിയമങ്ങളൊക്കെ വളരെ സഹിലാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. വൽ ഖാതിമി ലിമാ സബഖ മാത്രമല്ല നാസിറുൽ ഹഖ് സത്യത്തെ സഹായിക്കുന്നവരുമായ. നാസിറുൽ ഹഖ് സത്യത്തെ സഹായിക്കുന്നവരായ. എന്തുകൊണ്ട്? നാസിറുൽ ഹഖ് ബിൽ ഹഖ് സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുന്നവരായ. നാസിറുൽ ഹഖ് ബിൽ ഹഖ് സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുന്നവരായ. മാത്രമല്ല വൽഹാദി വഴികാട്ടിയുമായ, ചേർക്കുന്നവരുമായ. എവിടേക്ക്? ഇലാ സിറാത്തിക അല്ലാഹുവേ നിന്റെ പാതയിലേക്ക്. വൽഹി ഇലാ സിറാത്തിക നിന്റെ പാതയിലേക്ക് വഴികാട്ടിയായ, നിന്റെ പാതയിലേക്ക് ചേർക്കുന്നവരായ. എങ്ങനത്തെ പാതയാണ്? അൽ മുസ്തഖീം സന്മാർഗത്തിന്റെ പാത, സന്മാർഗമായ പാത, സന്മാർഗത്തിന്റെ ശരിയായ പാതയിലേക്ക് ചേർക്കുന്നവരായ. എന്നിട്ട് അവസാനം പറയാണ് വഅല ആലിഹി റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ മേലും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. എങ്ങനെ? എത്ര തോതിൽ? ഹഖ്ക ഖദ്രിഹി അവരുടെ സ്ഥാനത്തിന്റെ തോതനുസരിച്ച്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് എത്രമാത്രം സ്ഥാനമുണ്ടോ ആ സ്ഥാനത്തിന്റെ തോതനുസരിച്ച്. കാരണം വലിയ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. ആ കുടുംബത്തിന്റെ മഹത്വത്തിന്റെ തോതനുസരിച്ച്, ഖദ്രിഹി അവരുടെ സ്ഥാനമനുസരിച്ചു, വമിഖ്ദാരിഹി അവിടുത്തെ പദവിയുടെ അളവനുസരിച്ചു. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ സ്ഥാനവും അവരുടെ പദവിയുടെയും അളവ് അനുസരിച്ച് അവരുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ ഗുണമുണ്ടാകട്ടെ. അൽ അലീം മഹത്തായ. അപ്പൊ മഹത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേലും അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം. നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് ഒരു സിമ്പിളായ ഒരു വിഷയമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളിലേക്ക് നമുക്ക് പലായനം ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ധാരാളം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും.